ഹലോ എവ്രിവൺ, മെക്കാനിക്കൽ ഡീസലിന്റെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ടർ മോട്ടോർ വെഹിക്കിൾ നീക്കം ചെയ്യാനും സ്റ്റാർട്ടർ മോട്ടോർ ഓവർഹോൾ ചെയ്യാനും സ്റ്റാർട്ടർ മോട്ടോർ പരീക്ഷിക്കാനും നമുക്ക് പരിശീലിക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും സ്റ്റാർട്ടർ മോട്ടോർ നീക്കം ചെയ്യുക, സ്റ്റാർട്ടർ മോട്ടോർ വേർതിരിക്കുക, ആർമേച്ചർ പരിശോധിക്കുക, കമ്മ്യൂട്ടേറ്റർ പരിശോധിക്കുക, അവസാന കവറിന്റെ ഷാഫ്റ്റ് ബുഷുകളുടെയും തുടർച്ച പരിശോധിക്കുക, പ്രകടനത്തിനായി സ്റ്റാർട്ടർ മോട്ടോർ പരീക്ഷിച്ച് എഞ്ചിനിൽ സ്റ്റാർട്ടർ മോട്ടോർ ഘടിപ്പിക്കുക. ഈ പരിശീലനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ, എക്യുപ്മെന്റുകൾ, യന്ത്രങ്ങൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനുകളുടെ ടൂൾസ് കിറ്റ് 1, സോക്കറ്റ് സ്പാനർ സെറ്റ് 1, സ്റ്റാർ ഓർ സ്ക്രൂ ഡ്രൈവർ സെറ്റ് 1, സർക്ലിപ്പ് പ്ലെയർ 1, മൾട്ടിമീറ്റർ 1, ഗ്രൗളർ 1, വി ബ്ലോക്ക് 2, ഡയൽ ഗേജ് 1, പ്രവർത്തിക്കുന്ന എഞ്ചിൻ 1, വെർനിയർ കാലിപ്പർ 1, സ്പ്രിംഗ് ടെൻഷൻ ടെസ്റ്റർ 1, മണ്ണെണ്ണ ആവശ്യത്തിന്, ഗ്രീസ് ആവശ്യാനുസരണം, എമറി പേപ്പർ ആവശ്യാനുസരണം, ആക്സോ ബ്ലേഡ് ആവശ്യാനുസരണം, ക്ലീനിംഗ് ബ്രഷ് ആവശ്യാനുസരണം, കോപ്പർ ഓർ കാർബൈഡ് ബ്രഷ് ആവശ്യാനുസരണം. സ്റ്റാർട്ടർ മോട്ടോർ ഡിസ്മൗണ്ട് ചെയ്യുന്നു. ബാറ്ററിയിൽ നിന്ന് എർത്ത് ലെഡ് വിച്ഛേദിക്കുക. സ്റ്റാർട്ടിംഗ് മോട്ടോർ ടെർമിനലുകളിൽ നിന്ന് സോളിനോയിഡ്, മാഗ്നറ്റിക് സ്വിച്ച് ലീഡ് വയറുകളും ബാറ്ററി കേബിളും വിച്ഛേദിക്കുക. സ്റ്റാർട്ടർ മോട്ടോർ മൗണ്ടിംഗ് ബോൾട്ടുകൾ നീക്കം ചെയ്യുക. സ്റ്റാർട്ടർ മോട്ടോർ നീക്കം ചെയ്യുക. സോളിനോയിഡ് സ്വിച്ച് അസംബ്ലി നീക്കം ചെയ്യൽ. കേബിൾ ടെർമിനൽ നട്ട് നീക്കം ചെയ്യുക. സോളിനോയിഡ് മാഗ്നറ്റിക് സ്വിച്ചിൽ നിന്ന് ലീഡ് വയറുകൾ വിച്ഛേദിക്കുക. 2 മൗണ്ട് നട്ടുകൾ നീക്കം ചെയ്യുക. തുടർന്ന് ചെറുതായി ചരിഞ്ഞുകൊണ്ട് മാഗ്നറ്റിക് സ്വിച്ച് പുറത്തെടുക്കുക. മോട്ടോർ അസംബ്ലി പൊളിക്കുന്നു. ബോൾട്ടുകൾ നീക്കം ചെയ്യുക. കമ്മ്യൂട്ടേറ്റർ എൻഡ് കവർ നീക്കം ചെയ്യുക. ബ്രഷ് ഹോൾഡറിൽ നിന്ന് ബ്രഷ് ഹോൾഡർ കവർ നീക്കം ചെയ്യുക. ബ്രഷ് സ്പ്രിങ്ങുകൾ, ചെമ്പ് ബ്രഷുകൾ, സ്റ്റാർട്ടർ ബോഡി എന്നിവ നീക്കം ചെയ്യുക. യോക്ക് അസംബ്ലി നീക്കം ചെയ്യുക. പിനിയൻ ഡ്രൈവ് ലിവർ സഹിതം ആർമേച്ചർ നീക്കം ചെയ്യുക. 2 സ്റ്റോപ്പ് കോളറുകൾക്കിടയിലുള്ള വിടവിൽ സ്ക്രൂ ഡ്രൈവർ ടിപ്പ് ചേർക്കുക. മുൻ കോളർ പുറത്തേക്ക് തള്ളുക. 14 mm സോക്കറ്റ് ഉപയോഗിച്ച് റിയർ സ്റ്റോപ്പ് കോളർ താഴേക്ക് തള്ളുക. ഒരു സർക്ലിപ്പ് പ്ലെയർ ഉപയോഗിച്ചും ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ സഹായത്തോടെയും ആർമേച്ചർ സർക്ലിപ്പ് നീക്കം ചെയ്യുക. പിനിയൻ സ്റ്റോപ്പ് കോളറും ഓവർ റണ്ണിംഗ് ക്ലച്ചും പുറത്തെടുക്കുക. മാഗ്നറ്റിക് സ്വിച്ച് അല്ലെങ്കിൽ സോളിനോയിഡ് സ്വിച്ച്. മാഗ്നറ്റിക് സ്വിച്ച് ബൂട്ട് പൊട്ടിപ്പോവുന്നതിനായി പരിശോധിക്കുക. തേയ്മാനത്തിനോ കേടുപാടുകൾക്കോ വേണ്ടി പ്ലങ്കർ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ മാറ്റിസ്ഥാപിക്കുക. പ്ലങ്കർ അകത്തേക്ക് തള്ളിവിടുക. പ്ലങ്കർ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് വേഗത്തിൽ മടങ്ങണം. ആവശ്യമെങ്കിൽ മാറ്റിസ്ഥാപിക്കുക. മാഗ്നറ്റിക് സ്വിച്ചിന്റെ ടെർമിനലിലും കോയിൻ കേസിലും ഉടനീളം കണ്ടിന്യൂറ്റി പരിശോധിക്കുക. ഒരു കണ്ടിന്യൂറ്റിയും ഇല്ലെങ്കിൽ കോയിൽ തുറന്നിരിക്കുന്നതിനാൽ അത് മാറ്റിസ്ഥാപിക്കേണ്ടതാണ്. മാഗ്നറ്റിക് സ്വിച്ച് ടെർമിനൽ 1, ടെർമിനൽ 3 എന്നിവയിൽ ഉടനീളം കണ്ടിന്യൂറ്റി പരിശോധിക്കുക. ഒരു കണ്ടിന്യൂറ്റിയും ഇല്ലെങ്കിൽ കോയിൽ തുറന്നിരിക്കുന്നതിനാൽ അത് മാറ്റിസ്ഥാപിക്കേണ്ടതാണ്. ആർമേച്ചറിന്റെ ഗ്രൗണ്ട്, കമ്മ്യൂട്ടേറ്ററും ആർമേച്ചറും കോറും തമ്മിലുള്ള കണ്ടിന്യൂറ്റിക്കായി ഒരു ഓംമീറ്റർ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഇൻസുലേഷൻ ശബ്ദാവസ്ഥയിലാണെങ്കിൽ ഓംമീറ്റർ അനന്തമായ പ്രതിരോധം സൂചിപ്പിക്കും. ഗ്രോലറിൽ ആർമേച്ചർ സ്ഥാപിച്ച് സ്വിച്ച് ഓണാക്കുക. ചെറിയ വായു വിടവിലുള്ള ആർമേച്ചർ കോറിൽ നേർത്ത സ്റ്റീൽ സ്ട്രിപ്പ് ഇടുക.
കൈകൊണ്ട് ആർമേച്ചർ പതുക്കെ തിരിക്കുക. ഒരു കോയിൽ ചുരുക്കിയാൽ സ്റ്റീൽ സ്ട്രിപ്പ് വൈബ്രേറ്റ് ചെയ്യും. തുടർന്ന് ആർമേച്ചർ മാറ്റി സ്ഥാപിക്കുക. ഓപ്പൺ സർക്യൂട്ട്. ഒരു ഓമീറ്റർ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള ഓരോ ജോഡി കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾക്കിടയിലും തുടർച്ച പരിശോധിക്കുക. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഓമീറ്റർ സൂചി വ്യതിചലിക്കില്ല. ആർമേച്ചർ അസംബ്ലി മാറ്റി സ്ഥാപിക്കുക. കമ്മ്യൂട്ടേറ്ററിന്റെ റൺ ഔട്ട്. 2 വി ബ്ലോക്കുകൾക്കിടയിലല്ലെങ്കിൽ നിൽക്കുക. ഒരു ഡയൽ ഗേജ് ഉപയോഗിച്ച് കൈകൊണ്ട് സാവധാനം കറക്കി കമ്മ്യൂട്ടേറ്റർ റൺഔട്ട് ആണോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ലാത്തിൽ അത് ശരിയാക്കുക. തേയ്മാനം പരിശോധിക്കുക. വ്യാസം പരിധിക്ക് താഴെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ മാറ്റി സ്ഥാപിക്കുക. 400 എമറി തുണി ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കുക. മൈക്ക് ഡെപ്ത് കുറഞ്ഞത് 0.2 മില്ലിമീറ്ററായി പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഒരു ആക്സോ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് ശരിയാക്കുക. ഫീൽഡ് കോയിൽ പരിശോധിക്കുക. ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും. ഒരു ഓമീറ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ഫീൽഡ് കോയിലും ഇൻസുലേറ്റ് ചെയ്ത ബ്രഷുകളും തമ്മിലുള്ള കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇൻസുലേഷൻ പരാജയപ്പെട്ടു. ഫീൽഡ് കോയിൽ മാറ്റി സ്ഥാപിക്കുക. സെൽഫ് ബോഡി ഉപയോഗിച്ച് ഒരു ഷോർട്ട് സർക്യൂട്ടിനായി ഓരോ ഫീൽഡ് കോയിലും പരിശോധിക്കുക. കോയിൽ ബോഡിയുമായി സമ്പർക്കത്തിലാണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക. ചെമ്പ് ബ്രഷുകളുടെ നീളം അളക്കുക. സേവന പരിധി വരെ ബ്രഷുകൾ ഉണ്ടെങ്കിൽ അവയും സ്വയം ശരിയായ ബെഡിങ്ങിലൂടെ മാറ്റി സ്ഥാപിക്കുക. ടെൻഷൻ, തുരുമ്പ് അല്ലെങ്കിൽ പൊട്ടൽ എന്നിവയ്ക്കായി ബ്രഷ് സ്പ്രിങ്ങുകൾ പരിശോധിക്കുക. ഇൻസുലേഷനും എർത്തിനും വേണ്ടി ബ്രഷ് ഹോൾഡർ പരിശോധിക്കുക. ഈ സെഷനിൽ സ്റ്റാർട്ടർ മോട്ടോർ നീക്കം ചെയ്യുന്നതും സ്റ്റാർട്ടർ മോട്ടോർ പൊളിക്കുന്നതും മാഗ്നറ്റിക് സ്വിച്ച് പരിശോധിക്കുന്നതും ആർമേച്ചർ പരിശോധിക്കുന്നതും വൃത്തിയാക്കുന്നതും കമ്മ്യൂട്ടേറ്റർ പരിശോധിക്കുന്നതും ഫീൽഡ് കോയിലുകളുടെ കണ്ടിന്യൂറ്റി പരിശോധിക്കുന്നതും നമ്മൾ ചർച്ച ചെയ്തു. ഈ ആശയങ്ങൾ വരാനിരിക്കുന്ന സെഷനുകളിൽ വിപുലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിത്തറയായി വരും. നിങ്ങളുടെ ക്ഷമയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.